ഉണ്ടായിരുന്ന ഒരു ട്രേഡാണ്. എനിക്ക് വെച്ചാലേ പനിൻ്റെ നൈസായിട്ട് അപ്പോൾ സ്ക്രീനിൻ്റെ മുമ്പിൽ ഇരുന്ന് കഴിഞ്ഞാലേ കണ്ണിൽ നിന്ന് വെള്ളം വരും. അതുകൊണ്ടാണ് കേട്ടോ ഞാൻ ഒന്ന് ലൈവ് ഒന്നും വെക്കേണ്ടിരുന്നത്. ഓക്കെ, സ്റ്റുഡൻസ് ഉണ്ടെങ്കിൽ ജസ്റ്റ് കേൾക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി ഞാൻ ടാർജറ്റ് ഇപ്പോൾ ഇത്രയും ഹൈയിൽ വെച്ച് വേറൊന്നുമില്ല, അവിടെ കോൺട്രാക്റ്റ് കൂടുതലായിരിക്കും. ഓക്കെ, ഇനി അതുപോലെ തന്നെ ഇപ്പോൾ ഈ റെഡ് ക്യാൻഡിൽ വന്നിട്ട് ഇവിടുന്ന് ഈ ഒരു പൊസിഷനിൽ നിന്ന് റിവേഴ്സ് ആവാനാണ് ചാൻസ്. ഈ ഒരു പൊസിഷനിലേക്ക് വരും. നെക്സ്റ്റ് ക്യാൻഡിൽ വന്ന് അല്ലെങ്കിൽ ഈ ക്യാൻഡിൽ തന്നെ വന്നിട്ട് അവിടുന്ന് റിവേഴ്സ് ആവാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, ഇപ്പം നൈസായിട്ട് ടാപ്പ് ചെയ്തിട്ടിട്ട് ആ റെഡ് ക്യാൻഡിലെ ലോ എടുത്തിട്ടായിരിക്കും പോവുക മാർക്കറ്റ്. അതിൽ ടാപ്പ് ചെയ്തുകൊണ്ടാണെന്ന് അറിയില്ല. ഞാൻ ട്രേഡ് എടുത്തിട്ടില്ല, വേറെ ഒന്നല്ല, ഞാൻ പറഞ്ഞല്ലോ, ഒന്ന് ടൈം ശരിയല്ല, ഞാൻ എടുക്കാത്ത ടൈമിലാണ് ട്രേഡ് വന്നിട്ടുള്ളത്. അതുകൊണ്ട് ഞാൻ ട്രേഡ് എടുത്തിട്ടില്ല. 11:40 ശേഷം ഞാൻ ട്രേഡ് എടുക്കാറില്ല, കാരണം DK നടക്കുന്നുണ്ട് തന്നെ. പക്ഷേ പ്രീമിയം ചാർട്ടിൽ നോക്കുകയാണെങ്കിൽ അത്യാവശ്യം ഒരു മൂവ്മെൻറ്റ് തന്നിട്ടുണ്ട് എനിക്ക്. ഓക്കെ, കറക്റ്റ് ഈ ഒരു പൊസിഷനിൽ നിന്നാണ് ഹെൻറി വന്നിട്ടുണ്ടായത്. 17 പോയിൻറ്റോളം ഇപ്പം തന്നിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ അത്യാവശ്യം പ്രോഫിറ്റാണ് ശരിക്കും പറഞ്ഞാൽ എടുക്കായിരുന്നെങ്കിൽ. ഇപ്പോൾ കണ്ടില്ലേ, ഇപ്പം നല്ലൊരു മൂവ്മെൻറ്റ് നടത്തി കറക്റ്റ് ഒരു അറൗണ്ട് ഒരു 20 പോയിൻറ്റ് തന്നിട്ടുണ്ട്. കണ്ട, നല്ലൊരു പമ്പിങ് കാണിച്ചിട്ടുണ്ട്. പക്ഷേ ടൈം ഇതായതുകൊണ്ടാണ് ഞാൻ എടുക്കാണ്ടിരുന്നത് കേട്ടോ. ഓക്കെ, അപ്പോൾ ശരിക്കും നമ്മൾ വെച്ച ടാർഗറ്റ് വരെയൊക്കെ ഹോൾഡ് ചെയ്യുകയാണെങ്കിൽ എത്ര കിട്ടും എന്നുള്ളത് നമുക്ക് അറിയാൻ പറ്റും. ഓക്കെ, ഇത് ഞാൻ ഗ്രൂപ്പിൽ കൊടുത്തിട്ട് ഞാൻ പറഞ്ഞു എടുക്കണ്ടെന്ന് പറഞ്ഞു. കാരണം നോക്കിയാൽ മതി, നമുക്ക് ഇന്നല്ലെങ്കിൽ നാളെയും കിട്ടും ഇതുപോലത്തെ എൻട്രികൾ. ഞാൻ പറഞ്ഞു എടുക്കണ്ട, അതിപ്പോൾ നോക്കിക്കോ ഇപ്പോൾ എത്ര പോയിൻ്റ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, 24 പോയിൻറ്റോളം നമുക്ക് അതൊക്കെ തന്നിട്ടുണ്ടായിരുന്നു. ശരിക്കും പക്ക എടുക്കുകയാണെങ്കിൽ ശരിക്കും ഈ ടാപ്പിങ്ങിലൊക്കെ എടുക്കാൻ പറ്റും, ഈ റേഞ്ചിൽ ടാപ്പിങ്ങിലൊക്കെ എടുക്കാൻ പറ്റും. എന്നാലും കുഴപ്പമില്ല. ടൈം ശരിയല്ല എന്ന് പറഞ്ഞു. ഓക്കെ, അതുപോലെ 2 ഗ്രൂപ്പിൽ ഞാൻ കൊടുത്തിട്ടുണ്ട്. 2 ഗ്രൂപ്പ് ഞാൻ ട്രേഡ് എടുക്കാത്തതിൻ്റെ റീസൺ ഞാൻ പറഞ്ഞുതരാം. ഞാൻ എടുക്കാത്ത ടൈമിലാണ് ഞാൻ ഈ 11:40 ശേഷമൊന്നും ട്രേഡ് എടുക്കാറില്ല. അത്രയും റയറായിട്ട് വന്നാലേ എടുക്കാറുള്ളൂ. ഓക്കെ, അപ്പോൾ ഇങ്ങനെ കേൾക്കുമ്പോൾ അയ്യേ നല്ല ചാൻസ് കൊണ്ട് കളഞ്ഞവന് ട്രേഡ് എടുക്കാൻ അറിയില്ല കുറ്റം പറഞ്ഞാൽ 100 പേരുണ്ടാവും. ഇതിലാദ്യം വേണ്ടത് ഡിസിപ്ലിനാണ്. ഓക്കെ, നമുക്കൊരു റൂൾ ഉണ്ടെങ്കിൽ, ഓക്കെ, നമുക്കൊരു സെറ്റപ്പ് ഉണ്ടെങ്കിൽ അത് ഫോക്കസ് ചെയ്യുക എന്നുള്ളതാണ് മെയിനായിട്ടുള്ളത്. ഇല്ലെങ്കിൽ എന്താ കുഴപ്പമെന്ന് അറിയുമോ, നമുക്ക് ഈ ഓടിച്ചാടി എടുക്കുന്ന ട്രേഡിൽ ചിലപ്പോൾ 2 ദിവസം 3 ദിവസമൊക്കെ അടുപ്പിച്ച് പ്രോഫിറ്റ് കാണിക്കും. ഓക്കെ, പിന്നീട് വരുന്ന അതിൻ്റെ പ്രത്യാഘാതങ്ങൾ അത് നമ്മൾ ശ്രദ്ധിക്കില്ല. പ്രോഫിറ്റ് ആകുമ്പോൾ നമ്മൾ ഒരിക്കലും എന്തുകൊണ്ട് പ്രോഫിറ്റ് ആയെന്ന് ശ്രദ്ധിക്കില്ല. ലോസ് വരുമ്പോഴേ നമ്മൾ ശ്രദ്ധിക്കുള്ളൂ എന്തുകൊണ്ട് ലോസ് ആയി എന്നുള്ളത്, അല്ലേ? അപ്പോൾ അതിന് കുറേ റീസൺസുകൾ ഉണ്ടാവും. ഓക്കെ, അപ്പോൾ ഞാൻ പ്രോഫിറ്റ് ആയാലും ലോസ് ആയാലും ഞാനത് ഫൈൻഡ് ഔട്ട് ചെയ്തിട്ടാണ് എൻ്റെ ഇതുകൾ കണ്ടെത്താറ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് മനസ്സിലായിട്ടുള്ളൊരു ടൈമാണ് ഈ 11:40 തൊട്ട് 12:40 1 മണി വരെ ട്രേഡ് എടുക്കാൻ പാടില്ല, DK നടക്കും എന്നുള്ളത്. അതുകൊണ്ടൊക്കെ തന്നെയാണ് ഞാൻ ട്രേഡ് എടുക്കാത്തതും. ഓക്കെ, എല്ലാവർക്കും ഇതുപോലെ ആവണമെന്നില്ല കേട്ടോ. ശേഷം ഇങ്ങനൊരു ചാൻസ് വന്നിരുന്നു. അപ്പോൾ ഈ ടൈം എന്ന് പറഞ്ഞാൽ നമ്മൾ ട്രേഡ് എടുക്കുന്ന ടൈം തന്നെയാണ്. ഓക്കെ, അപ്പോൾ പ്രോപ്പറായിട്ട് സെറ്റപ്പ് വന്നതിന് ശേഷം, അതായത് പക്കയായിട്ട് വന്നതിന് ശേഷം മാത്രം സ്റ്റുഡൻസിന് സിഗ്നൽ കൊടുക്കാം എന്നുള്ള രീതിയിലായിരുന്നു നിന്നിരുന്നത്. അങ്ങനെ വെയിറ്റ് ചെയ്തു. അപ്പോൾ പ്രീമിയം ചാർട്ടിൽ എന്താണ് വരുന്നതെന്ന് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇങ്ങനൊരു റെഡ് ക്യാൻഡിലൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ സാധാരണ ഇങ്ങനെ വരുമ്പോൾ എന്താണ് എല്ലാവരുടെ മൈൻഡിലും ഒറ്റയടിക്ക് മുകളിലേക്ക് പോകുന്നതാണ്. മേ ബി പോവാം. ഓക്കെ, പക്ഷേ എൻ്റെ ഒരു സെറ്റപ്പ് പ്രകാരം ലോയിൽ ഉണ്ടാക്കിയിട്ടുള്ള ലിക്വിഡിറ്റി വന്നിട്ട് എടുത്തിട്ട് വേണം പോകാനായിട്ട് മാർക്കറ്റ്. മേ ബി ഓവറോൾ ഹൈ എടുത്തു കഴിഞ്ഞാൽ നേരെ ഓപ്പോസിറ്റ് വരാനും ചാൻസ് ഉണ്ട്. അപ്പോൾ ഞാൻ എപ്പോഴും പറയുന്നു, പ്രോപ്പറായിട്ടൊരു സെറ്റപ്പ് ഉണ്ടെങ്കിൽ വെയിറ്റ് ചെയ്യാം. ഓക്കെ, നമ്മളൊരിക്കലും ഓടിച്ചാടി ഒന്നും പ്രതീക്ഷിച്ചിട്ട് ട്രേഡ് എടുക്കരുത്. ഇത് നമ്മൾ വിചാരിക്കുന്ന പോലെ വരണമെന്നൊരു നിർബന്ധമില്ല. ഓക്കെ, അങ്ങനെ വരണമെങ്കിൽ തന്നെ എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ മാത്രമേ വരുള്ളൂ.
നമ്മൾ കുറേ അബദ്ധങ്ങൾ പറ്റി 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 തന്നെയാണ് നമ്മൾ പിന്നീട് അതേ സിറ്റുവേഷൻ വരുമ്പോൾ അതിനെങ്ങനെ തരണം ചെയ്യുക എന്നുള്ളത് ഓട്ടോമാറ്റിക്കലി നമുക്ക് മനസ്സിലാവുള്ളൂ, ഒരു ഐഡിയ കിട്ടുള്ളൂ. ഞാൻ എപ്പോഴും പറയാറുണ്ട്, ഇതൊരു നേക്കാണ്. ഓക്കെ, ആ ഒരു നേക്ക് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ പ്രോഫിറ്റബിൾ ട്രേഡർ ആവാൻ പറ്റും. പക്ഷെ എന്താണെന്നറിയോ, ഡിസിപ്ലിൻ എന്ന് പറഞ്ഞ ഒരു സാധനമല്ലേ, ഡിസിപ്ലിൻ, അച്ചടക്കം, അതും കൂടി വേണം. ഒറ്റയടിക്ക് വരില്ല, കാലങ്ങളെടുത്തിട്ടേ വരുള്ളൂ. ഒരു 6 മാസം കൊണ്ടോ ഒരു കൊല്ലം കൊണ്ടോ പെട്ടെന്നൊന്നും വരില്ല. ഓരോരുത്തരുടെ ബ്രെയിനിൻ്റെ കപ്പാസിറ്റി അനുസരിച്ചിട്ടാണ് ഇത് വരാം. ഓക്കെ, അപ്പോൾ ഞാൻ എന്താ ചെയ്യുന്നത് വെച്ചാൽ വെയിറ്റ് ചെയ്തിരിക്കും. ക്ഷമ എന്ന് പറഞ്ഞ സാധനം വേണം. ഓക്കെ, അത് ലോസിലേക്ക് വരുമ്പോഴും ടാർഗറ്റിലേക്ക് വരുമ്പോഴും ഇത് രണ്ടും വേണം. നമുക്ക് എല്ലാവർക്കും പറഞ്ഞ ഒരു അബദ്ധം എന്ന് വെച്ചാൽ, ലോസിലേക്ക് വരുമ്പോൾ നമ്മൾ ഭയങ്കര ക്ഷമയായിരിക്കും. പക്ഷെ ടാർഗറ്റ് അടിക്കുന്നതിന് മുമ്പ് ഇറങ്ങാനുള്ള, അല്ലെങ്കിൽ ടാർഗറ്റ് അടിക്കുന്ന വരെയുള്ള ക്ഷമ നമുക്ക് ഉണ്ടായിരിക്കില്ല. കുറച്ച് പ്രോഫിറ്റ് കാണിക്കുമ്പോൾ ഇറങ്ങും. എല്ലാവർക്കും പറ്റുന്ന അബദ്ധമല്ലേ, എനിക്കും ഉണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നത് വെച്ചാൽ വെയിറ്റ് ചെയ്തിരിക്കും. അതായത് പ്രോപ്പർ ആ ഒരു ഒന്നല്ലെങ്കിൽ ടാർഗറ്റ് അല്ലെങ്കിൽ SLE എന്നുള്ള രീതിയിൽ പ്രോപ്പറായിട്ട് ആ ഒരു സെറ്റപ്പ് വന്നാൽ മാത്രം ട്രേഡ് എടുക്കുക. എന്നിട്ട് പ്രോപ്പറായിട്ട് അതിന് വേണ്ടി വെയിറ്റ് ചെയ്യുക. ഓക്കെ, എന്ത് വേണം സംഭവിക്കാം മാർക്കറ്റിൽ, അത് നമ്മളെ ബാധിക്കുന്നതല്ല. നമ്മളൊരു കാര്യം ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ റിസൾട്ട് വരുന്നവരെ വെയിറ്റ് ചെയ്യുക. അതിനാണ് ഈ ഡിസിപ്ലിൻ എന്ന് ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഇത് ഫാസ്റ്റ് ഫോർവേഡ് അടിച്ച് കാണിച്ചു തരാം. ഇത് ടാർഗറ്റ് അടിക്കുകയാണെങ്കിൽ തന്നെ എനിക്ക് എൻട്രി കിട്ടിയിട്ടില്ല. എൻട്രി കിട്ടുമ്പോൾ ഞാൻ കാണിച്ചു തരാം. ടാർഗറ്റ് അടിക്കുകയാണെങ്കിൽ തന്നെ 1:3 ആണ് കിട്ടുക. ഓക്കെ, അതായത് ഞാനൊരു 6 പോയിന്റ് SL വെച്ചിട്ട് ഈ സോണിലേക്ക് വരണം മാർക്കറ്റ്. ഓക്കെ, ഒരു 6 പോയിന്റ് SL വെച്ചിട്ട് ഒരു 18 പോയിന്റ് ടാർഗറ്റാണ് ഞാൻ വയ്ക്കുന്നത്. അപ്പോൾ 1:3 എന്നൊക്കെ പറഞ്ഞാൽ എനിക്കൊരു 2400 രൂപക്ക് പ്രോഫിറ്റ് കിട്ടുന്ന രീതിയിലാണ് വെച്ചിട്ടുള്ളത്. ഓക്കെ, അതിന് മേലെ പോവാതിരിക്കുക എനിക്ക് അറിയേണ്ട ആവശ്യമില്ല. പക്ഷെ ഞാൻ വെച്ച ടാർഗറ്റ് അടിച്ച് കഴിഞ്ഞാൽ എക്സിറ്റ് അടിക്കുള്ളൂ. ഞാൻ കാണിച്ചു തരാം ട്രേഡ് എടുക്കുന്നത് കേട്ടോ. ഞാൻ പറഞ്ഞ പോലെ തന്നെ പ്രോപ്പറായിട്ട് ആ സെറ്റപ്പ് വർക്ക് ചെയ്തു. ഓക്കെ, ഞാൻ അതിന് ശേഷം ട്രേഡ് എടുത്തിട്ടുണ്ടായിരുന്നു. 2 ക്വാണ്ടിറ്റിയാണ് എടുത്തിട്ടുള്ളത്. ഓക്കെ, അവിടെ നല്ലൊരു മൂവ്മെൻറ്റ് തന്നു. ഇപ്പോൾ കാണാം ഏകദേശം ഒരു 1300 റേഞ്ചിലാണ് പ്രോഫിറ്റ് നിൽക്കുന്നത്. വേണമെങ്കിൽ അത് കാണുമ്പോൾ ഇറങ്ങാം, വേണ്ട. ഓക്കെ, നമ്മൾ വെച്ച ആ ഒരു ടാർഗറ്റ് ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ, ടാപ്പ് ചെയ്തിട്ട് മാർക്കറ്റ് ഇറങ്ങുകയാണെങ്കിൽ നമുക്ക് എക്സിറ്റ് അടിച്ച് മാറാം. ഓക്കെ, പിന്നെ ഞാൻ ഈ മെയിൻ ചാർട്ട് നോക്കുമ്പോൾ എനിക്ക് മനസ്സിലായ ഒരു ഏരിയയാണ് 24,388. ഓക്കെ, സോറി 838 എന്ന് പറഞ്ഞ റേഞ്ച്. അപ്പോൾ അതിൽ വന്നാൽ റിവേഴ്സ് ആവാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ടാർഗറ്റ് അങ്ങോട്ട് ചുരുക്കി വെക്കുകയാണ്. ഓക്കെ, അതായത് ആ ഒരു ബ്ലൂ ലൈനിലേക്ക് വന്ന് ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ എക്സിറ്റ് അടിക്കും. ഓക്കെ, ഇപ്പോൾ വെച്ച ആ റേഞ്ചിലേക്ക് വന്നാൽ ഞാൻ എക്സിറ്റ് അടിക്കും എന്നുള്ള പ്ലാനിലായിരുന്നു. കാരണം അവിടുന്ന് റിവേഴ്സ് ആവാനുള്ള ചാൻസ് ഭയങ്കര കൂടുതലാണ്. മേ ബി ആ ഒരു സോണിലേക്ക് വരാം. ഓക്കെ, അപ്പോൾ നല്ലൊരു കറക്റ്റീവ് മൂവ് തന്നു. അതുപോലെ തന്നെ ചാർട്ടിൽ ഒരു ഇമ്പൾസീവ് മൂവ് തന്നു. ഞാൻ വെയിറ്റ് ചെയ്തു. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ റിസൾട്ട് ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഓൾമോസ്റ്റ് നമ്മുടെ ടാർഗറ്റ് അടിച്ചിട്ടുണ്ട്. ഓക്കെ, കറക്റ്റ് ആ ടാപ്പിങ്ങിൽ ഞാൻ എക്സിറ്റ് അടിച്ചു. ഓക്കെ, കറക്റ്റ് ഞാൻ പറഞ്ഞ ഒരു ബ്ലൂ ലൈനിൽ ഒന്ന് ടാപ്പ് ചെയ്തിട്ടുണ്ട്. ഞാൻ അതിൻ്റെ താഴേക്ക് പോവോ മുകളിലേക്ക് പോവോ എന്നെ ബാധിക്കുന്ന കാര്യമല്ല. ഓക്കെ, ഞാൻ എൻ്റെ പ്രോഫിറ്റ് ജസ്റ്റ് കാണിച്ചു തരാം. കണ്ടില്ലേ, പിന്നെ ലൈവ് മാർക്കറ്റ് ഇല്ലാത്ത കാരണം പലരും ചിലപ്പോൾ ഗ്രൂപ്പ് ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല. ഞാൻ അങ്ങനെ സിഗ്നൽ കൊടുത്തിട്ടുണ്ടായിരുന്നു. ആ ഒരു മൂവ്മെൻറ്റിൽ തന്നെയാണ് ഈ ഒരു കറക്റ്റ് മൂവ് ഉണ്ടായിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇതുപോലെയൊക്കെയാണ് നമ്മൾ സെറ്റപ്പ് വരുന്നത്. അപ്പോൾ ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ മാത്രം ജോയിൻ ചെയ്യുക. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് വീഡിയോ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.